10ാം ക്ലാസ്സിലെ ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസ് ഉടമ ഷുഹൈബിന് ക്രൈംബ്രാഞ്ചിന്റെ നോട്ടീസ്. നാളെ ഹാജരാകണം എന്നാണ് നിർദ്ദേശം. ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കാൻ പോവുകയാണ്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, ആദ്യഘട്ടത്തിലെ വിവരശേഖരണം എന്നുള്ള നിലയിൽ നിന്നൊക്കെ ഏറെ മുന്നോട്ട് പോയി. ആരോപണ വിധേയരിലേക്ക് അവരുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളിലേക്കൊക്കെ അന്വേഷണ സംഘം കടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള റെയ്ഡൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. എന്താണ് MS സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് എത്തി നിൽക്കുന്ന നിഗമനം? തുടർ നീക്കങ്ങൾ എങ്ങനെ പ്രതീക്ഷിക്കണം, അഭിജിത്ത്? ചോദ്യപേപ്പർ ചോർച്ചയിൽ കേസെടുത്തതിന് പിന്നാലെ MS സൊല്യൂഷൻ CEO ഷുഹൈബ് ഒളിവിൽ പോയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇയാളുടെ വീട്ടിലെത്തി നോട്ടീസ് നൽകിയത്. 11 മണിക്ക് അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഹാജരാകണമെന്നുള്ള കാര്യമാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഇനി അഥവാ ഇയാൾ ഹാജരായിട്ടില്ലെങ്കിൽ ലുക്കൌട്ട് സർക്കുലർ ഇറക്കാനുള്ളൊരു നടപടിയിലേക്കൊക്കെ ക്രൈംബ്രാഞ്ച് സംഘം കടക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ MS സൊല്യൂഷനിലെ 3 അധ്യാപകർക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് കാണിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഷുഹൈബ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നു. കോഴിക്കോട് ജില്ലാ കോടതി നാളെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ചെയ്യും. ഇയാളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ലാപ്ടോപ്പ്, മൊബൈൽ ഫോണ്, ഹാർഡ് ഡിസ്ക് തുടങ്ങിയവയൊക്കെ ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവയിൽ പ്രാഥമികമായി നടത്തിയ ഒരു പരിശോധനയിൽ ക്രൈംബ്രാഞ്ചിന് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ അതിൻ്റെ ഒരു ഫോറൻസിക് പരിശോധനാ ഫലം കൂടി ലഭിക്കേണ്ടതുണ്ട്. അതും വരും ദിവസങ്ങളിൽ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ക്രൈംബ്രാഞ്ച് സംഘമുള്ളത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനെതിരെ ഇന്ന് KSU രംഗത്തെത്തി എന്നുള്ളതാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് KSUവിൻ്റെ ആരോപണം. കാരണം വളരെയധികം ഒരു വൈകിപ്പിക്കൽ ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് നടത്തി. ഈ അന്വേഷണം, പ്രാഥമികമായ അന്വേഷണം നടന്ന് ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക്, അത്തരമൊരു കൺക്ലൂഷനിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയിട്ടും ഈ MS സൊല്യൂഷനിലേക്ക് എത്തി ഒരു റെയ്ഡ് നടത്താൻ ക്രൈംബ്രാഞ്ച് വൈകിപ്പിച്ചു. അത് ഈ തെളിവുകൾ നശിപ്പിക്കാൻ ഈ ഷുഹൈബിനെ സഹായിച്ചു എന്നുള്ളൊരു ആരോപണമാണ് KSU നിലവിൽ ഉയർത്തുന്നത്. ഇതിൻ്റെയൊക്കെ പുറകിൽ സർക്കാരിലെ തന്നെ ഉന്നതരാണ്. സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകൾക്ക് വേണ്ടി സർക്കാരിലെ ചിലർ ഒത്താശ ചെയ്യുകയാണ് തുടങ്ങിയ ആരോപണങ്ങളാണ് ഏതായാലും KSU ഉന്നയിക്കുന്നത്. പക്ഷേ ക്രൈംബ്രാഞ്ച് സംഘം പറയുന്നത് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. നാളെയാണ് ഷുഹൈബിനോട് ഹാജരാകാൻ പറഞ്ഞിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. ഒളിവിലുള്ള ഷുഹൈബ് നാളെ വെളിച്ചത്ത് വരുമോ എന്നുള്ള കാര്യം അറിയാം. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. എന്താണ് കോടതിയുടെ തീരുമാനം എന്നുള്ളത് നിർണായകമാണ്. അതിനുശേഷം ക്രൈംബ്രാഞ്ചിന്റെ നീക്കങ്ങളും പ്രധാനമാണ്. അഭിജിത്ത് മുഴക്കുന്നതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.